സായി, ഈ അപകടമുണ്ടായത് മണിക്കൂറുകൾ കാത്തുനിന്നവർ തളർന്നു കുഴഞ്ഞു വീഴുകയും ഒപ്പം ഒരു തിക്കും തിരക്കും ഉണ്ടാവുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. 6 മണിക്കൂറിലധികം വിജയെ കാത്ത സ്ത്രീകളും കുട്ടികളും, ഗർഭിണികളായ സ്ത്രീകൾ അടക്കമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടെ വേണ്ടത്ര മറ്റു ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും മനസ്സിലാക്കുന്നു. ഒരു ചെറിയ സ്ഥലത്താണ് 10,000-ഓളം വരുന്ന ആൾക്കൂട്ടം തടിച്ചുകൂടിയിരുന്നത്. 10,000-കണക്കിന് ആളുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കത് വ്യക്തവുമാണ്. ഇപ്പോഴും വലിയ തരത്തിലുള്ള തിക്കും തിരക്കും ആ പ്രദേശത്തുണ്ടെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, ആ ചെറിയ സ്ഥലത്തിന് താങ്ങാവുന്നതിൻ്റെയും എത്രയോ ഇരട്ടി ആളുകൾ വിജയുടെ ഈ റാലിയിലേക്ക് ഒഴുകിയെത്തി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അത് ഒഴുകിയെത്തിയെന്ന് മാത്രമല്ല, ഉച്ചയ്ക്ക് 1 മണിക്കെത്തും എന്ന് പറഞ്ഞ വിജയെ വൈകിട്ട് 7:30 വരെ, അതിൽ ഒരാൾ പോലും പിരിഞ്ഞു പോയില്ല. ആളുകൾ പിന്നെയും അവിടെ വർദ്ധിച്ചത് മാത്രമേ ഉള്ളൂ എന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഈ 6.5 മണിക്കൂർ കാത്തുനിന്ന ആ ഒരു ക്ഷീണം വിജയ് എത്തിയപ്പോൾ ഒന്നാകെ ആ വിജയ് ആവേശത്തിൽ ഈ ആരാധകർ അവിടെ ഇളകി മറിയുകയാണുണ്ടായത്. ആ സമയത്താണ് അവിടെ ഈ ഒരു വലിയ ദുരന്തമുണ്ടായത്. അതിൽ കുട്ടികളുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു, ഗർഭിണികളടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആംബുലൻസുകൾക്ക് പോലും തുടക്കത്തിൽ ഈ അപകട സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതാണ് ഈ അപകടത്തിൻ്റെ ആക്കം ഇത്ര വലിയൊരു അപകടമായി അവിടെ മാറ്റിയത്. വളരെ പെട്ടെന്ന് ഈ കരൂരിലെ സർക്കാർ ആശുപത്രി എന്ന് പറയുന്ന അത്ര വലിയ ഒരു ആശുപത്രിയല്ല. ഇത്ര വലിയൊരു അപകടം നടന്നപ്പോൾ അതിനെ ചികിത്സിക്കാൻ കഴിയുന്ന സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് മറ്റു ചില ആശുപത്രികളിലേക്ക് കൂടി ഷിഫ്റ്റ് ചെയ്തു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നു. എന്തായാലും 50-ലധികം ആളുകൾ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ഉണ്ട് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അതിൽ 30 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. അതിൽ കുട്ടികളുണ്ട് എന്നുള്ളതും ഏകദേശം 3-ലധികം കുട്ടികളുണ്ട്. ആദ്യ മരണം സ്ഥിരീകരിച്ചത് ഒരു 60-കാരൻ്റെയാണ്. അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. ഇങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ വിഭാഗങ്ങൾക്കിടയിലുള്ള ആളുകളാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ, പ്രിയപ്പെട്ട താരത്തെ കാണാനും കേൾക്കാനും എത്തിയത്. അവർ ഏകദേശം 6 മണിക്കൂറിലധികമായി കരൂരിലെ ഈ വേദിയിൽ കാത്തു നിൽക്കുകയായിരുന്നു. വിജയെ ഇത്ര വലിയൊരു പരിപാടി സംഘടിപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല ഇപ്പോൾ ഈ സംഘടിപ്പിച്ച വേദി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം. അവിടെ ഈ വേദിയെ ചൊല്ലി തന്നെ വലിയ തർക്കങ്ങളുണ്ടായിരുന്നു. കോടതിയിൽ പോയിരുന്നു. ആദ്യം വിജയുടെ പാർട്ടിയും ആവശ്യപ്പെട്ട 3 സ്ഥലങ്ങൾ, ആ 3 സ്ഥലങ്ങൾ ഇതിനേക്കാൾ കുറച്ച് ആളുകൾക്ക് മാത്രം പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ അനുമതി കൊടുക്കാത്തത് കൊണ്ട് തന്നെ വിജയുടെ പാർട്ടി കോടതിയിൽ പോവുകയും അതിനുശേഷമാണ് ഇപ്പോൾ പരിപാടി നടക്കുന്ന ഒരിടം അനുവദിച്ച് കിട്ടുകയും ചെയ്തത്. ഇന്നലെ വരെ അതിൻ്റെ നിയമപോരാട്ടം നടക്കുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലത്തോടു കൂടിയാണ് ഇവിടെ വിജയുടെ പരിപാടി നടക്കുമെന്ന് അറിയിച്ചത്. അപ്പോൾ അതിന് മുന്നോടിയായി നടക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല എന്ന ഒരു വിമർശനം ഇപ്പോൾ ഉയരുന്നുണ്ട്. അതോടൊപ്പം പാർട്ടി പറഞ്ഞതിൻ്റെ 10 മടങ്ങ് ആളുകളാണ് വിജയെ കാണാനും കേൾക്കാനും അവിടെ എത്തിയത്. ആ നിയന്ത്രണങ്ങളെല്ലാം പോലീസിന് അവിടെ നഷ്ടപ്പെടുകയായിരുന്നു. സായികുമാർ, ആ ദൃശ്യങ്ങൾ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ്. കാരണം അവിടെ നേരത്തെ വലിയ മൈതാനങ്ങളിലാണല്ലോ തമിഴക വെട്രിക്കഴകത്തിൻ്റെ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുക. അവിടെ വിജയ് സംസാരിക്കുക. വിജയ് കാണാൻ 10,000-കണക്കിന് ആളുകളാണ് ഓരോ റാലിയിലും തിങ്ങിക്കൂടിക്കൊണ്ടിരുന്നത്. പക്ഷേ കരൂരിൽ നമ്മൾ കാണുന്നത് അത്ര വലിയ രീതിയിലുള്ളൊരു മൈതാനമൊന്നുമല്ല. അതൊരു പൊതുസ്ഥലം മാത്രമാണ്. നേരത്തെ പരിപാടികൾ സംഘടിപ്പിച്ചതുപോലെയല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉയർത്തിക്കെട്ടിയൊരു സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് വിജയ് സംസാരിച്ചത്. വരാൻ വൈകിയതും സ്ഥലത്തിൻ്റെ പരിമിതിയും അപകടത്തിൻ്റെ വ്യാപ്തി കൂട്ടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, വിജയെ ഒരു നോക്ക് കാണാനൊക്കെ മുൻപിലേക്കൊക്കെ ആളുകൾ ഒരുപക്ഷെ കൂടി കലർന്ന് വന്നിട്ടുണ്ടാവാം. ഒടുവിൽ ആ വേദിയിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ കൊടുക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട്. വിജയ് തന്നെ വെള്ളമൊക്കെ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. മണിക്കൂറുകൾ വൈകിയാണ് വിജയ് അവിടെ ആ റാലിയിൽ അവരെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയെത്തിയത്. ഇതാണ് അതിൻ്റെ ആകാശ ദൃശ്യം. പ്രേക്ഷകർ നോക്കൂ, ഒരു നഗരത്തിൻ്റെ മധ്യത്തിൽ, കരൂർ ഒരു ജില്ലയാണ്, അമരാവതി നദിയുടെ തീരത്തുള്ള തമിഴ്നാട്ടിലെ കരൂരിൻ്റെ ആ ജില്ലാ ആസ്ഥാനമാണ്. ഇതാണ് ആ ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തവുമാണ്. കടൽ പോലെയാണ് ആളുകൾ അവിടെ ഒഴുകിയെത്തിയത്. കരൂർ നഗരത്തിലാണ്, ഏതെങ്കിലും ഒരു ഗ്രൗണ്ട് അല്ല അനുവദിച്ചു കൊടുത്തിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നഗരത്തിൻ്റെ വീഥികളിൽ മണിക്കൂറുകളായി കാത്തിരിക്കുകയായിരുന്നു വിജയ് വരുന്നതും കാത്ത്. അതിനിടെ രാത്രി 7:30 വിജയ് അവിടെ എത്തിച്ചേരുന്നത്. കരൂരിൽ നഗരത്തിന് ഇരുഭാഗത്തുമായിട്ട് തിങ്ങി നിറഞ്ഞിരുന്ന ആളുകൾ, ഒരു ഭാഗം പൂർണ്ണമായും ആളുകൾ കിലോമീറ്ററുകളോളം നീണ്ടുന്ന വലിയ ക്യൂ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് ഗർഭിണികളും കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന വലിയൊരു സംഘം അവിടെ എത്തുന്നതും നിബന്ധനകൾ പാലിച്ചില്ല എന്ന പോലീസിന്റെ അഭിപ്രായം കൂടി ഇപ്പോൾ വരുന്നുണ്ട്.